ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഗോതിരത്ത് പള്ളിയുടെ പുറത്തെങ്ങനെ നിൽക്കുമ്പോൾ എന്നോളം വരുന്ന ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡാ സുഖമാണെന്ന് ചോദിച്ചു. അച്ഛനെ കയറി എടാന്ന് വിളിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമായില്ല. ഞാനിങ്ങനെ കുറച്ചേരം അവനെ നോക്കി, എടാന്നാണ്. വീണ്ടും അവൻ എടാ ഡയസ് നിനക്ക് മനസ്സിലായ? അവനെ മനസ്സിലായിട്ടില്ല. അവൻ്റെ ഈ വർത്താനം കേട്ട് എനിക്കത് ചൊറിഞ്ഞും വരണുണ്ട്. പിന്നെ ആൾക്കാർ നിൽക്കണ്, ഞാനിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒന്നും മിണ്ടാന്നിങ്ങനെ. അപ്പൊ അവനെ തന്നെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ 1 മുതൽ 4 വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത്. കുറച്ച് അവൻ്റെ നോക്കി എഴുതിയിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ആ ഇടാ വിളിച്ചതിൽ നമുക്ക് പരാതിയില്ലാണ്. അത്ര അടുപ്പമായിരുന്നു ഞങ്ങൾ. പക്ഷെ പിന്നെ 5ാം ക്ലാസ്സിലേക്ക് അവൻ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവൻ വിളിച്ചതാണ്. കുറച്ചു നേരം കൂടെ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അവനോട് പറഞ്ഞു, എടാ നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു. UK-യിലാണ്, കാലങ്ങളായിട്ട് അവിടെയാണ്. 2-3 മാസം ഏതായാലും വീട്ടിൽ വന്നിക്കാണ്. അപ്പച്ചന് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിലെ കുർബാന കഴിയുമ്പോൾ വരാം നിന്നെ കാണാൻ. അപ്പൊ അവൻ എടുത്തു വഴിക്ക് പറഞ്ഞാണ്, എടാ ഞാൻ പള്ളിയിൽ വരാറില്ല, ഞാനിപ്പോ കടയിൽ വന്നപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നിന്നെ കണ്ടപ്പോ വന്നതാണ്. അപ്പൊ നീ പള്ളിയിൽ പോകാറില്ല? ഇല്ല, ഞാൻ പള്ളിയിൽ പോകാറില്ല. അവരെന്താ? ഞാൻ എന്തിനാ പള്ളിയിൽ പോകണം? എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ അപ്പൊ ഇതില്ലാത്തവരാണ് ഈ പള്ളിയിൽ കൊണ്ടുവരുന്നത്. നീ പള്ളി പോകാതിരിക്കുക. എന്തുകൊണ്ട്? പക്ഷെ അടുത്ത ഞായറാഴ്ച നീ പള്ളിയിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യമില്ല. അവൻ പറഞ്ഞു താല്പര്യമില്ല, എങ്കിലും നിന്റെ നിർബന്ധത്തിന്റെ പേരിൽ ഞാൻ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വരും. പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച അവൻ പള്ളിയിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പള്ളിയിൽ പോകാൻ പറഞ്ഞു. എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് കുർബാനയ്ക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഗോതിരത്തിൽ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ ഫോൺ അടിച്ചു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ശബ്ദമാണ്. ആ സ്ത്രീ ശബ്ദം എന്നെ തന്നെ പരിചയപ്പെടുത്തി. അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ മറന്നുപോയി ചേച്ചി. അത് പറയാനല്ല അച്ഛൻ വിളിച്ചത്, ചേട്ടൻ ആശുപത്രിയിലാണ്, പറ്റിയെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അത് ചേട്ടൻ രാവിലെ പള്ളിയിൽ പോയാണ് അച്ഛാ. പള്ളിയിൽ പോയിട്ട് കുർബാനയെ കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ രൂപമൊത്തി ഇറങ്ങിയപ്പോൾ കൊച്ചു കയ്യിലുണ്ടായിരുന്നു. ചവിട്ടിമ തട്ടി ആള് താഴെ വീണു. അപ്പൊ കൊച്ചിനൊന്നും പറ്റണ്ടല്ലാന്ന് വിചാരിച്ചു കൊച്ചിനെ ഇങ്ങനെ വട്ടം പിടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടി. വലത് കൈയും ഒരു 7 സ്റ്റിച്ച് ഉണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ടേക്കുന്നു. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കെയർ ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. ആശുപത്രിയിലേക്ക് പോണ വഴി ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പൊന്നു കർത്താവെ, മുറിയിൽ ആരും ഉണ്ടായേക്കല്ലേ എന്നാണ്. കാരണം എന്താണ് അവൻ പറയാൻ പോണെന്ന് എനിക്ക് ഉരുപ്പിട്ടില്ല. പതുക്കെ ചെന്നു നോക്കിയപ്പോൾ മുറിയിൽ ആരുമില്ല. ആദ്യ പ്രാർത്ഥന കേട്ട തമ്പുരാന് ഞാൻ നന്ദി പറയും. അവൻ മാത്രമേ ഉള്ളൂ. അവനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു പോയിട്ടാ. കാരണം കാലൊക്കെ ഇങ്ങനെ സ്ലിങ്ങി കിടക്കുകയും കൈതിങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ ദൈവമേ, എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ സഹതാപം തോന്നിപ്പോയി. എങ്കിലും ഈ കയ്യും കാലും ഒടിഞ്ഞ കാലിൻ്റെയും സ്റ്റിച്ചുള്ള കൈയുടെയും അടുത്താണ് നിന്നത്. മറ്റത് രണ്ടും നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തിരുന്നു. ഞാൻ ഒരു 1/2 മണിക്കൂർ അവിടെ നിന്നു. ആ സമയത്ത് എനിക്ക് കുരിശിൻ്റെ വഴിയിലെ ഒരു ഭാഗമാണ് ഓർമ്മ വന്നത്. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയം. അമ്മയും മകനും സംസാരിക്കുന്നില്ല. ഞങ്ങൾ 2 പേര് സംസാരിച്ചിട്ട്